വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം. ദി പ്രോസസ് ബൈ വിച്ച് എ മാനേജർ സിങ്ക്രണൈസസ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഈസ് നോൺ ആസ് കോർഡിനേഷൻ. It is the process of achieving unity of action among interdependent activities and departments of an organization. ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും, ഒരുപാട് സെക്ഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടാവും. വർക്കേഴ്സിൻ്റെ വർക്കുകൾ മുഴുവനും ഏകോപിപ്പിച്ച് ഒരേ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം പ്രാപ്തമാക്കാൻ വേണ്ടി പറ്റൂ. അതുപോലെ ഒരുപാട് സെക്ഷൻസ് ഉണ്ടാവും. ഈ എല്ലാ സെക്ഷൻ്റെയും വർക്കുകൾ ഒരു പ്രത്യേക രീതിയിൽ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകം രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ വർക്കുകൾ ഏകോപിപ്പിച്ച് യൂണിറ്റി ഓഫ് ആക്ഷൻ ഉറപ്പുവരുത്തണം. അങ്ങനെ യൂണിറ്റി ഓഫ് ആക്ഷൻ ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമുക്ക് ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് പ്രാപ്തമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഓരോ സെക്ഷനും പ്രത്യേകം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ വർക്കുകൾ ഏകോപിപ്പിച്ച് ഒരേ രീതിയിൽ മുന്നോട്ട് പോകണം. അല്ലായെങ്കിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പർച്ചേസ് മാനേജർക്ക് സാധനങ്ങൾ വാങ്ങിക്കണം. പർച്ചേസ് മാനേജർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ അതിനുള്ള പൈസ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിനാൻസ് മാനേജർ കൊടുക്കണം. ഫിനാൻസ് മാനേജർ പൈസ കൊടുക്കണമെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പൈസ എത്തണം. എവിടുന്ന്? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാർക്കറ്റിംഗ് മാനേജർ കൃത്യമായ സാധനങ്ങൾ വിറ്റ് പൈസ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സാധനങ്ങൾ കൃത്യമായിട്ട് വിൽക്കണമെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൃത്യമായ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എത്തണം. അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് കൃത്യമായി വിൽക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രവർത്തനങ്ങൾ പരസ്പരം റിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം. ഓരോരാളും ചെയ്യുന്ന പ്രവൃത്തികൾ പ്രത്യേകമാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ഒരേ ദിശയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ സ്ഥാപനത്തിന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ് പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് കോർഡിനേഷൻ ഉണ്ടായേ മതിയാവൂ, അല്ലെ ഏകോപനം ഉണ്ടായേ മതിയാകൂ. എല്ലാ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റെയും അല്ലെ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സിൻ്റെയും വർക്കുകൾ ഏകോപിപ്പിക്കേണ്ട ചുമതല ടോപ്പ് ലെവൽ മാനേജേഴ്സിനാണ്. അതുപോലെ എല്ലാ ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെയും വർക്കുകൾ ഏകോപിപ്പിക്കേണ്ട ചുമതല അതാത് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സിനാണ്, അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജേഴ്സിനാണെന്ന് പറയാം. അതുപോലെ വർക്കേഴ്സിൻ്റെ വർക്കുകൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതാത് ലോവർ ലെവൽ മാനേജേഴ്സാണ്. ഇപ്പോൾ ഏത് ലെവൽസ് ഓഫ് മാനേജേഴ്സ് ആയി കഴിഞ്ഞാലും കോർഡിനേഷൻ അല്ലെങ്കിൽ ഏകോപനം നിർവഹിച്ചേ മതിയാവും. കാരണം തൻ്റെ കീഴിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ടാകും. ഇവരുടെ എല്ലാവരുടെയും വർക്കുകൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർഡിനേഷൻ. ഫസ്റ്റ്, കോർഡിനേഷൻ ഇൻ്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്ട്. കോർഡിനേഷൻ യൂണിഫൈസ് അൺറിലേറ്റഡ് ഓർ ഡൈവേഴ്സ് ഇൻട്രസ്റ്റ് ഇൻടു പർപ്പസ്ഫുൾ വർക്ക് ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകം വർക്കുകളാണ് ചെയ്യുന്നത്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സാധനങ്ങൾ വാങ്ങിക്കുന്നു മാത്രമാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പൈസ കൈകാര്യം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ വർക്കുകൾ ഏകോപിപ്പിച്ച് ഒരു യൂണിറ്റി ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കണം. ഒരേ ഡയറക്ഷനിലായിരിക്കണം ഇവരുടെ വർക്കുകൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ടാണ് ഗ്രൂപ്പ് എഫേർട്ട് ഈ സ്ഥാപനത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ സെക്ഷൻസും എല്ലാ എംപ്ലോയീസിനെയും ഒരു ഗ്രൂപ്പായി കണ്ടുകൊണ്ട് ഗ്രൂപ്പ് എഫേർട്ടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരത്തിൽ എല്ലാ വർക്കുകളും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. സെക്കൻഡ്, coordination ensures unity of action.
The purpose of coordination is to secure unity of action in the realization of a common purpose. നമ്മൾ നേരത്തെ പറഞ്ഞു, പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, പല സെക്ഷൻസ്, പല വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഇവരുടെ വർക്കുകളൊക്കെ ഏകോപിപ്പിച്ച് യൂണിറ്റി ഓഫ് ആക്ഷൻ ഒരു സ്ഥാപനത്തിൽ എൻഷുർ ചെയ്യുന്ന പ്രവൃത്തിയാണ് കോർഡിനേഷൻ എന്ന് നമ്മൾ പറഞ്ഞു, ഏകോപനം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം പ്രോസസ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അത് ഓർഗനൈസേഷൻ എത്ര കാലമുണ്ടോ അത്രയും കാലം കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. നോക്കാം, കോർഡിനേഷൻ ഈസ് നോട്ട് എ വൺ ടൈം ഫങ്ഷൻ ബട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ബിഗിൻസ് അറ്റ് ദി പ്ലാനിങ് സ്റ്റേജ് ആൻഡ് കണ്ടിന്യൂസ് ടിൽ കൺട്രോളിങ്. പ്ലാനിങ് സ്റ്റേജിൽ മുതൽ ഓർഗനൈസിങ് ആയാലോ, സ്റ്റാഫിംഗ് ആയാലോ, ഡയറക്റ്റിംഗ് ആയാലോ, കൺട്രോളിംഗ് ആയാലോ എല്ലാം കോർഡിനേറ്റ് ചെയ്യണം, എല്ലാ വർക്കുകളും കോർഡിനേറ്റ് ചെയ്യണം. എക്സാമ്പിൾ, പ്ലാനിങ് എടുത്തു കഴിഞ്ഞാൽ ഓരോ സെക്ഷൻ്റെ പ്ലാനുകളും ഏകോപിപ്പിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ പ്ലാനാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാനുകളും ഏകോപിപ്പിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പ്ലാനാണ്. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പ്ലാനുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ആ പ്ലാനിനനുസരിച്ച് മാത്രമാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ പ്ലാനുകൾ തയ്യാറാക്കുന്നത്. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയ പ്ലാനിനനുസരിച്ചാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സെക്ഷനുകൾ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് അവരുടെ പ്ലാനുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ പ്ലാനുകൾ ഏകോപിപ്പിക്കണം. അതുപോലെ തന്നെയാണ് മറ്റ് ഫങ്ഷൻസ് ആയ ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്ന എല്ലാ ഫങ്ഷൻസും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ വരുന്നതാണ് കോർഡിനേഷൻ ഈസ് ആൻ ഓൾ പെർവാസീവ് ഫങ്ഷൻ. ഓൾ പെർവാസീവ് മീൻസ് സർവ്വവ്യാപി എന്ന് നമുക്ക് പറയാം. കോർഡിനേഷൻ ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് due to the interdependent nature of activities of various departments. It integrates the efforts of different departments and different levels. കോർഡിനേഷൻ എന്ന് പറയുന്നത് എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും ചെയ്യണം. ടോപ്പ് ലെവൽ മാനേജർ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് വർക്കുകൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. മിഡിൽ ലെവൽ മാനേജേഴ്സ് അവരുടെ കീഴിലുള്ള ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെ വർക്കുകൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ലെവൽസ് ഓഫ് മാനേജേഴ്സും ഒരുപോലെ കോർഡിനേഷൻ ഫംഗ്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് കോർഡിനേഷൻ ഇസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് എല്ലാ മാനേജേഴ്സും ചെയ്യണം. അത് ടോപ്പ് ലെവലായാലും മിഡിൽ ലെവലായാലും ലോവർ ലെവലായാലും എല്ലാ ലെവൽസ് ഓഫ് മാനേജേഴ്സും കോർഡിനേഷൻ അല്ലെങ്കിൽ ഏകോപനം ചെയ്തിരിക്കണം. നെക്സ്റ്റ്, കോർഡിനേഷൻ ഇസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. A manager has to coordinate the efforts of different people in a conscious and deliberate manner. ഓരോ മാനേജറും കോർഡിനേഷൻ ഫംഗ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ബോധപൂർവം ചെയ്യുന്ന ജോലിയാണ്. ബോധപൂർവമാണ് ഈ കോർഡിനേഷൻ ചെയ്യേണ്ടത്, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതല്ല. ടോപ്പ് ലെവൽ മാനേജർ തൻ്റെ മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ വർക്കുകൾ ബോധപൂർവമാണ് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ മിഡിൽ ലെവൽ മാനേജർ ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെ വർക്കുകളും ലോവർ ലെവൽ മാനേജേഴ്സ് എംപ്ലോയീസിൻ്റെ വർക്കുകളും ഏകോപിപ്പിച്ചിരിക്കണം. അത് ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ, ഏകോപനത്തിൻ്റെ പ്രാധാന്യം. കോർഡിനേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് as it integrates the efforts of individuals, departments and specialists. Coordination is considered as the essence of management. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, കോർഡിനേഷൻ ഇസ് ദി എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്, എക്സ്പ്ലെയിൻ എന്ന് ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ആൻസറായിട്ട് എഴുതാം. ഇപ്പോൾ കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും, എല്ലാ സ്പെഷ്യലിസ്റ്റുകളെയും, എല്ലാ സെക്ഷൻ്റെയും വർക്കുകൾ ഏകോപിപ്പിച്ച് ഒരേ ദിശയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അത് മാനേജ്മെൻറ്റ് എസെൻസ് ആണ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. ഗ്രോത്ത് ഇൻ സൈസ്. ആസ് ഓർഗനൈസേഷൻസ് ഗ്രോ ഇൻ സൈസ്, the number of people employed by the organization also increases. Therefore, for organizational efficiency, it is important to harmonize individual goals and organizational goals
ത്രൂ കോർഡിനേഷൻ. ഇപ്പോൾ സ്ഥാപനം വികസിക്കുന്നതിനനുസരിച്ച് ആ ഒരു സ്ഥാപനത്തിലെ ഏകോപനത്തിന് കൂടുതൽ പ്രാധാന്യം വരികയാണ് ചെയ്യുന്നത്. അവിടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം കൂടും, സെക്ഷനുകളുടെ എണ്ണം കൂടും, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ എണ്ണവും വർദ്ധിക്കും. എംപ്ലോയീസിനും അതുപോലെ സ്ഥാപനത്തിൻ്റെയും ഒബ്ജക്റ്റീവ്സ് ഹാർമണൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. അത് ഏകോപനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ. Functions of an organization are divided into departments, divisions and sections. The process of linking the activities of various departments, divisions or sections is accomplished by coordination. ഒരു സ്ഥാപനത്തിലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഒരുപാട് ഡിവിഷൻസ് ഉണ്ടാവും, ഒരുപാട് സെക്ഷൻസ് ഉണ്ടാകാം. ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും എല്ലാ ഡിവിഷൻസിൻ്റെയും അല്ലെങ്കിൽ എല്ലാ സെക്ഷൻസിൻ്റെയും വർക്കുകൾ ഏകോപിപ്പിക്കുന്നത് കോർഡിനേഷനാണ്. അവരുടെ വർക്കുകളൊക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന വർക്കുകളല്ല ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്, അതല്ല മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. അവരുടെ വർക്കുകളൊക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. പക്ഷെ എന്നിരുന്നാലും അവരുടെ വർക്കുകളൊക്കെ ഏകോപിപ്പിച്ച് ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഉറപ്പുവരുത്തുന്നത് കോർഡിനേഷനിലൂടെയാണ്. നെക്സ്റ്റ് വരുന്നതാണ് സ്പെഷ്യലൈസേഷൻ. Organizations need to employ a number of specialists. Coordination is required to integrate the efforts of various specialists. ഒരു സ്ഥാപനത്തിൽ ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും. സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. എല്ലാ സ്പെഷ്യലിസ്റ്റുകളുടെയും വർക്കുകൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിലുള്ള എല്ലാ സ്പെഷ്യലിസ്റ്റുകളുടെയും വർക്കുകൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അത് സാധ്യമാകുന്നത് കോർഡിനേഷനിലൂടെയാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ കോർഡിനേഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇതോടുകൂടി ഈ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.